സ്വർഗരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ സ്വർഗറാണിക്കെല്ലാം അറിയാം. ദാഹിക്കുക. നമുക്കിരിക്കാം. നമുക്ക് ഒരു അരമണിക്കൂർ സമയം വിചിന്തനം വചനം കേട്ടിട്ട് 9:15 കുറച്ച് സമയം ഈശോ എഴുന്നേറ്റ് വെച്ച് അരമണിക്കൂർ നമ്മൾ പ്രാർത്ഥിച്ച് 9:45 ഇന്ന് നമുക്ക് നേരത്തെ കിടക്കാം. ഇനി വേറെ നൈറ്റ് അഡോറേഷൻ ഇല്ല. സാധാരണ നമ്മൾ രാത്രിയിൽ ഇടയ്ക്ക് ഓരോരുത്തർക്കായിട്ട് പ്രാർത്ഥിക്കാതെ നാളെ മുതൽ നമുക്ക് തുടങ്ങാം. ഇന്ന് നിങ്ങൾ യാത്രയൊക്കെ കഴിഞ്ഞ് വന്നിരിക്കുന്നത് കൊണ്ട് ഇന്ന് വിശ്രമിക്കാം. നാളെ രാവിലെ 6 മണിക്ക് നമ്മൾ കൊന്ത ചൊല്ലി ഇവിടെ നിന്ന് ആരംഭിക്കും. 6 മണിക്ക് കൊന്ത. അങ്ങനെ നമ്മുടെ ശുശ്രൂഷകൾ ആരംഭിക്കും. ഇതാണ് ഒരു രൂപരേഖ. 8 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ്. ഓക്കെ. നമ്മൾ മുമ്പ് വരെ കേട്ടത് ഇതായിരുന്നു. പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഒരു പുതിയ മധ്യസ്ഥ പ്രാർത്ഥനക്കാരൻ. ഇനി ആരും വാട്സപ്പിലോ ഫോണോ എല്ലാം വിളിച്ച് പ്രാർത്ഥനയ്ക്ക് റിക്വസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ആരോട് വിളിച്ച് പറഞ്ഞാൽ മതി. ആ പരിശുദ്ധാത്മാവ് എവിടെയാ? നമ്മുടെ കയ്യിലുണ്ട്, നമ്മളിൽ വസിക്കുന്നു. അത് നമുക്ക് 2-3 ദിവസം കൊണ്ട് നല്ല അനുഭവമാവും. പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്ന അതങ്ങ് തുറന്നു കഴിയുമ്പോൾ. ഇനി അടുത്തത് അതിലും വലിയൊരു രസമാണ്. ഈശോ പറഞ്ഞു അവൻ ഗെത്സമനി എന്ന് പറയുന്ന സ്ഥലത്തെത്തി. മർക്കോസ് 14-ാം അധ്യായത്തിൽ 32-ാമത്തെ വചനം. മർക്കോസ് 14-ാം അധ്യായം 32-ാമത്തെ വചനം. പതിനാലാം അധ്യായത്തിൽ 32-ാമത്തെ വചനം. എല്ലാവരും ഒന്ന് വായിച്ചേ. അവൻ ഗെത്സമനി എന്ന് പറയുന്ന സ്ഥലത്തെത്തി. അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു,
ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ഇവിടെ ഇരിക്കുവിൻ. എല്ലാവരും ഒന്ന് ഉച്ചത്തിലേറ്റ് പറഞ്ഞേ. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ഇവിടെ എൻ്റെ അടുത്ത് ഇങ്ങനെ ഇരുന്നാൽ മതി. ഒന്നുകൂടി പറഞ്ഞേ, ഒന്ന് നോക്കി വായിച്ച്. അങ്ങനെ എഴുതിയിട്ടുണ്ടോ? ആരാ പ്രാർത്ഥിക്കണേ അവിടെ? ആരാ പ്രാർത്ഥിക്കണേ? ഈശോ. അപ്പോൾ നമ്മളെന്ത് ചെയ്യണം? ഒന്നും ചെയ്യണ്ട. സുഖമായില്ലേ? നമ്മളെന്ത് ചെയ്യണം? മിണ്ടാണ്ടിരുന്നാൽ മതി. അഥവാ നമ്മൾ ഈശോ പ്രാർത്ഥിച്ച് കിട്ടുന്ന ആ ഫലങ്ങൾ സ്വീകരിക്കുക. റെസിപ്പിയൻ, വി ആർ ദ റെസിപ്പിയൻ. നമ്മളിത് സ്വീകരിക്കുക. ഈശോ പറയാൻ, ടേക്ക് ദിസ്, ഇത് ഞാൻ നിങ്ങൾക്ക് നൽകുന്ന എൻ്റെ രക്തമാകുന്നു. സ്വീകരിക്കണ്ടേ? സ്വീകരിക്കണം. എന്ന പോലെ ഞാൻ പിതാവിനോട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഉടനെ പ്രാർത്ഥന കേൾക്കും. ഒട്ടും സമയം വൈകില്ല. പിതാവ് ഉടനെ പ്രാർത്ഥന കേട്ട് അത് അങ്ങനെ തന്നെ നിങ്ങൾക്ക് തരും. അത് നിങ്ങൾ വാങ്ങാൻ നിങ്ങൾ എൻ്റെ അടുത്തിരിക്കുവിൻ. ഒന്നും കൂടി ഉച്ചത്തിൽ വായിച്ച്. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ, ഒന്ന് ഉച്ചത്തിൽ പറയൊന്ന്. അപ്പോൾ ഈശോ ആണ് ഇവിടെ പ്രാർത്ഥിക്കുന്നത്. ഈശോയുടെ പ്രാർത്ഥനകൾ സുവിശേഷത്തിൽ ഒരുപാടുണ്ടെങ്കിലും നമ്മളത് അധികവും അങ്ങനെ മനസ്സിലാക്കിയിട്ടില്ല. ഈശോ മലമുകളിലേക്ക് പോയി രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഈശോ താബോർ മലയിൽ ചെന്നു. അവൻ പ്രാർത്ഥിച്ചപ്പോൾ അവൻ്റെ മുഖം രൂപാന്തരപ്പെട്ടു. ഇതൊക്കെ എന്ത് പ്രാർത്ഥനയാണ്? ആർക്കു വേണ്ടി ഈശോടെ പ്രാർത്ഥിക്കുന്നത്? ആർക്ക് വേണ്ടിയാണ്? ലോകം മുഴുവന് വേണ്ടി. അപ്പം അതിനകത്ത് നമ്മൾക്കുള്ളത് കിട്ടുമോ? കിട്ടുമോ ഇല്ലയോ? അതാണ് ഈശോ ബാല്യകാലം മുതൽ എന്താ ചെയ്തിരുന്നത്? പ്രാർത്ഥന തന്നെയായിരുന്നു. എങ്ങനെ പ്രാർത്ഥിച്ചിരുന്നു? സങ്കീർത്തനങ്ങൾ പാടി പ്രാർത്ഥിച്ചിരുന്നു. ഈ 150 സങ്കീർത്തനങ്ങളും മിക്കവാറും എല്ലാ ദിവസവും അവർ പാടി പ്രാർത്ഥിച്ചിരുന്നു. ഇസ്രായേലിൻ്റെ ഏറ്റവും പ്രധാന ഒരു പ്രാർത്ഥനയായിരുന്നു സങ്കീർത്തനങ്ങൾ. ആ സങ്കീർത്തനങ്ങളിൽ പ്രധാനമായ രഹസ്യം, അതിലെല്ലാം ഒളിഞ്ഞിരിക്കുന്നത് അന്നവർക്കറിയാതിരുന്ന അവരുടെ രക്ഷകനായ ഈശോയ്ക്ക് വേണ്ടിയാണ്. ലോകത്തിലേക്ക് വരാനിരിക്കുന്ന രക്ഷകനെക്കുറിച്ചാണ് എല്ലാ സങ്കീർത്തനത്തിൻ്റെയും പ്രധാന വിഷയം. 118 സങ്കീർത്തനത്തിൽ പാടുന്നു, പണിക്കാറുപേക്ഷിച്ചു കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു. കണ്ടോ? ആരാണ് ഈ മൂലക്കല്ല്? ആരാണത്? ഈശോ. ഇത് കർത്താവിൻ്റെ പ്രവൃത്തിയാണിത് നമ്മുടെ ദൃഷ്ടിയിൽ വിസ്മയാവഹമായിരിക്കും. നമ്മുടെ ദൃഷ്ടിയിൽ വിസ്മയാവഹം. നീതിയുടെ കവാടങ്ങൾ എനിക്കായി തുറന്നു തരിക, ഞാൻ അവയിലൂടെ പ്രവേശിച്ച കർത്താവിനു നന്ദി പറയട്ടെ. ഇതാണ് കർത്താവിൻ്റെ കവാടം, നീതിമാന്മാർ ഇതിലൂടെ പ്രവേശിക്കുന്നു. ഈ വാതിലൊക്കെ കുറെ കേട്ടിട്ടുണ്ട് ഇല്ലേ? ഇപ്പൊ കുറെ നാളായിട്ട് ഒരുപാട് കേൾക്കണതാണ്. പക്ഷെ എന്താണ് ഈ വാതിൽ? ഈശോ യോഹന്നാന്റെ സുവിശേഷത്തിൽ പറഞ്ഞു, ഐ ആം ദ ഡോർ, ഞാനാകുന്നു വാതിൽ. അപ്പോൾ ഈ വാതിൽ എന്നുള്ള വാക്കിന് മലയാളത്തിൽ ഒറ്റ വാക്കുള്ളൂ, വാതിൽ. പക്ഷേ ഗ്രീക്ക് ലാറ്റിൻ ഭാഷകളിലെല്ലാം ദേവാലയത്തിൻ്റെ വാതിലിന് സാധാരണ വാതിൽ എന്നുള്ള വാക്കല്ല, പശുത്തൊഴുത്തിൻ്റെ വാതിലിന് വേറെ ഏതോ വാക്കാണ്. അങ്ങനെ വാതിൽ എന്നുള്ള വാക്കിന് തന്നെ
ആത്മീയമായ രഹസ്യങ്ങൾ ഉൾക്കൊള്ളുന്ന പ്രത്യേക പേരുകളുണ്ട്. ആ രീതിയിൽ ഞാനാണ് വാതിൽ എന്ന് ഈശോ പറയുമ്പോൾ ഒരു വലിയ ദേവാലയത്തിൻ്റെ വാതിലാണ്, മറിച്ച് അതോടൊപ്പം രക്ഷയുടെ, നീതിയുടെ വാതിൽ എന്നതാണ്. അപ്പോൾ അതെല്ലാം ഈ സങ്കീർത്തനത്തിൽ നിന്നാണ് അതൊക്കെ വരുന്നത്. അപ്പോൾ നമ്മളുടെ ഈ ധ്യാനത്തിൻ്റെ ഒരു പ്രത്യേകത ഇതായിരിക്കും, നമ്മളിവിടെ സങ്കീർത്തനങ്ങൾ മാത്രമായിരിക്കും ആലപിക്കാൻ പോകുന്നത്. ഇപ്പോൾ നിങ്ങൾക്കൊരു കടലാസ് കിട്ടി, അത് നോക്കിയപ്പോൾ എന്താ, ഇത് പാട്ടൊന്നുമല്ലല്ലോ, ഇത് ചുമ്മാ സങ്കീർത്തനം അങ്ങനെ തന്നെ അടിച്ചു വച്ചിരിക്കുകയാണല്ലേ. ആ അടിച്ചു വച്ചിരിക്കുന്ന സങ്കീർത്തനങ്ങൾ നമ്മുടെ ഗായക സംഘം മധുരമനോഹര ഗീതങ്ങളാക്കി പാടുമ്പോൾ നിങ്ങൾ കുളിര് കോരും കേട്ടോ. അപ്പോൾ അത് ഇപ്പോഴേ നിങ്ങൾ ഒരുങ്ങുക. അപ്പോൾ ഈ സങ്കീർത്തനങ്ങളെ കുറിച്ച് ഇപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്ന ഇതാണ്, ഇത് യേശുവിൻ്റെ പ്രാർത്ഥനയായിരുന്നു, ഇസ്രായേൽ ജനത്തിൻ്റെ മുഴുവൻ പ്രാർത്ഥനയായിരുന്നു, മാതാവും ഔസേപിതാവും എന്നും പ്രാർത്ഥിച്ചതായിരുന്നു. അപ്പോൾ ആ സങ്കീർത്തനങ്ങൾ ഇന്ന് നമ്മൾ പാടുമ്പോൾ, അഥവാ സങ്കീർത്തനങ്ങൾ ഉപയോഗിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, നമ്മൾ ഈശോയോടും പരിശുദ്ധാത്മാവിനോടും ചേർന്നാണ് പ്രാർത്ഥിക്കുന്നത്. ഈശോ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളും ഈശോ അന്ന് പ്രാർത്ഥിച്ചതെല്ലാം ഇന്ന് ജീവിക്കുന്ന നമുക്കും കൂടി വേണ്ടിയാണ്. അവൻ മലമുകളിലേക്ക് കയറി രാത്രി മുഴുവനും പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു, അത് നമുക്ക് വേണ്ടിയാണ്. ഈശോയുടെ യോഹന്നാന്റെ സുവിശേഷത്തിലെ 17-ാം അധ്യായത്തിലെ ഈശോയുടെ പ്രാർത്ഥനയും നമുക്ക് വേണ്ടിയായിരുന്നു. നോക്കിയ പ്രാർത്ഥനയിൽ എന്താ പറയുന്നത്? പിതാവേ, നാം ഒന്നായിരിക്കുന്നത് പോലെ അവരും നമ്മളും ഒന്നാകണം. 17-ാം അധ്യായത്തിൽ 20-21 വായിക്കാം. അവർക്ക് വേണ്ടി മാത്രമല്ല, അവരുടെ വചനം മൂലം എന്നിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി കൂടിയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഇപ്പോൾ കുറേ കൂടി ക്ലിയർ ആയില്ലേ? അവർക്ക് വേണ്ടി മാത്രമല്ല, അവരുടെ വചനം മൂലം എന്നിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ഈശോ അന്നേ പ്രാർത്ഥിച്ചിരിക്കുന്നു. നമുക്ക് വേണ്ടി ഈശോ അന്ന് രാത്രി മുഴുവനും പ്രാർത്ഥിച്ചോ ഇല്ലയോ? ഈശോ പറയാണ്, എൻ്റെ അടുത്ത് വരുവിൻ, ഒന്നിവിടെ ഇരുന്നാൽ മതി. അപ്പോൾ നമ്മുടെ പ്രാർത്ഥനകളെല്ലാം വേറെ ഒരു തലത്തിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇന്ന് അരമണിക്കൂർ സമയം നമ്മളിവിടെ ഈശോയുടെ അടുത്ത് ഇരിക്കാൻ പോകുന്നത് വലിയ ഒച്ചയും ബഹളമൊന്നും ഉണ്ടാക്കി ഒന്നും പ്രാർത്ഥിക്കാൻ പോകുന്നില്ല, നമ്മൾ അങ്ങോട്ടൊന്നും ചോദിക്കാൻ പോകുന്നില്ല. നമ്മൾ എന്ത് ചെയ്യാണ്? ഈ വചനം പൂർത്തിയാക്കും. ഈശോ പറഞ്ഞു, എൻ്റെ അടുത്ത് വന്ന് നിങ്ങളിവിടെ ഇരിക്കുവിൻ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ. ഇതിൽ 2 കാര്യമാണുള്ളത്. ഒന്ന്, ശരിക്കും ഈശോ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. രണ്ടാമത്, ഈശോയ്ക്ക് 2 പ്രധാന എമോഷൻസാണ്. അതായത് ഈശോ രക്ഷാകര സഹനം കൊണ്ട് വേദനിക്കുന്ന ഒരവസ്ഥ, അതിനുശേഷം രക്ഷാകരമായ പുനർജീവനം കൊണ്ട് മഹത്വപ്പെടുന്ന ഒരവസ്ഥ. എന്നാൽ അന്ന് ഗത്സമനിയിൽ രക്ഷാകര സഹനം കൊണ്ട് വേദനിക്കുന്ന അവസ്ഥയായിരുന്നു. എന്തായിരുന്നു ഗത്സമനിയിൽ ഈശോ ഭയാനകമായ തരത്തിൽ വേദനിച്ചുകൊണ്ട് രക്തം ചിന്തിയത്? എന്തുകൊണ്ടാണ്? ആരെങ്കിലും ഒന്ന് പറഞ്ഞേ. വരാനിരിക്കുന്ന പീഡാനുഭവത്തെക്കുറിച്ച് ചിന്തിച്ചു. ഇതാണ് സാധാരണ എല്ലാവരും പറയാറുള്ളത്. ഇനി ആരെങ്കിലും ഒന്ന് പറയാമോ? പാപങ്ങളുടെ നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്
നമ്മുടെ പാപങ്ങൾ ഓർത്തുകൊണ്ട് സഹിക്കാൻ തുടങ്ങി. കുറച്ചുകൂടി ക്ലിയർ ആയോ? ഇവിടെ ആരാ പറയാൻ വന്നേ? തൻ്റെ ശരീരത്തിൽ എന്ത് ചെയ്തു യേശു? പാപം എന്ത് ചെയ്തു? പാപം ഏറ്റെടുത്തു. യേശു എന്ത് ചെയ്തു? അതാണ്, പാപത്തെക്കുറിച്ചുള്ള ഓർമ്മയല്ല, പാപത്തെക്കുറിച്ചുള്ള ചിന്തയല്ല, പാപം യേശു ഏറ്റെടുത്തു. മനുഷ്യവംശത്തിൻ്റെ മുഴുവൻ പാപം ഏറ്റെടുത്തു. ആദം ഒരുവൻ പാപം ചെയ്തതിലൂടെയാണ് മനുഷ്യവംശം മുഴുവനും പാപത്തിലേക്ക് വീണതെങ്കിൽ ആ ആദം ചെയ്ത പാപമാണ് ആദ്യം ഏറ്റെടുത്തത്. അതാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. എന്താ പ്രാർത്ഥിക്കുന്നത്? ഭൂലോക പാപം നീക്കുന്ന ദൈവത്തിൻ്റെ എമ്പുരാട്ടിക്കുട്ടിയായ ശോഭരാനെ ഞങ്ങളുടെ മേൽ കരുണയായി. ഭൂലോക പാപം മുഴുവനും യേശു തൻ്റെ മേൽ ഏറ്റെടുത്തു. ഒന്ന് വിശ്വസിച്ചേ, ഒന്ന് വിശ്വസിക്കുന്നോ? നമ്മൾ വിശ്വസിക്കുന്നോ? അപ്പോൾ വിശ്വസിക്കുമ്പോൾ അതിന് നല്ല ക്ലാരിറ്റി വേണം. അവിടെ നടന്നത് വെറും പാപത്തെക്കുറിച്ചുള്ള ഓർമ്മയല്ല, പാപം ഏറ്റെടുത്തു. ആ ഏറ്റെടുക്കുമ്പോൾ ഈശോയ്ക്കുണ്ടാവുന്ന അതിഭയാനകമായ വേദനയിൽ ആരെങ്കിലും ഒന്ന് ആശ്വസിപ്പിക്കാനുണ്ടോ എന്ന് നോക്കി ആരെയും കണ്ടില്ല. അതായിരുന്നു അന്നത്തെ അവസ്ഥയെങ്കിൽ ഇന്ന് ആരെയും കാണാതിരിക്കോ? അന്നൊരു മാലാഖയെ അയച്ചു, ഇന്നിനി മാലാഖേനെ അയക്കണോ? മാലാഖേനെ അയക്കണോ പറയും? അതോ വേണ്ടെങ്കിൽ പിന്നെ ആര് ചെയ്യും അത്? പരിശുദ്ധാത്മാവ്. അപ്പം നമ്മൾ ചെയ്യണ്ടേ? പക്ഷെ അവരാണ്, നിങ്ങളെൻ്റെ അടുത്ത് വാ, എൻ്റെ അടുത്തൊന്ന് ഇരിക്കുക. ഇത് എനിക്കറിയാം, നമ്മൾ ഒരിക്കലും ചിന്തിക്കില്ല നമുക്ക് ഈശോനെ ആശ്വസിപ്പിക്കാൻ എന്താണ്. അതുകൊണ്ട് അങ്ങനെ ഉത്തരം പറയും. നമ്മളെപ്പോഴും ഈശോ നമ്മളെ ആശ്വസിപ്പിക്കുന്ന കാര്യങ്ങളിൽ ചിന്തിക്കുള്ളൂ. ഈശോയിൽ നിന്ന് നമ്മൾ ആശ്വാസം കിട്ടുന്ന കാര്യമാണ് എപ്പോഴും ചിന്തിക്കാറ്. എന്നാൽ വിസ്മയാവഹമായ കാര്യം ഇതാണ്, നമ്മൾ ഈശോയെ ആശ്വസിപ്പിക്കാനുള്ളവരാണ്. അത്രയ്ക്ക് ഈശോന് നമ്മളെ സ്നേഹമാണ്. ഉദാഹരണത്തിന്, നിങ്ങളുടെ അമ്മ വീട്ടിൽ അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം വീട്ടിലേക്ക് പോയി, ചേച്ചിമാർ അല്ലെങ്കിൽ കന്യാസ്ത്രീ അമ്മമാർ 2-3 വർഷം കൂടുമ്പോൾ ഹോം വിസിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതെടുക്കാം നമുക്കൊരു ഉദാഹരണം, ഇല്ലേ? ഇപ്പോഴാണ് 3 വർഷമോ 4 വർഷമോ 5 വർഷമോ കഴിയുമ്പോൾ ഒരു ഹോം വിസിറ്റ്. അത് 1 വർഷം മുമ്പേ അതിനെക്കുറിച്ച് ചിന്തയൊക്കെ തുടങ്ങും. അങ്ങനെ ഒരു മാസത്തേക്ക് 2-3 വർഷം കഴിഞ്ഞിട്ട് 1 മാസത്തേക്ക് അവർ നാട്ടിൽ ചെന്നിരിക്കുകയാണ്. അപ്പോൾ ആങ്ങളമാരും എല്ലാവരും അവിടെ ഉണ്ട്. പക്ഷേ ചെന്നപ്പോൾ എന്താ കാണുന്നത്? ചാച്ചൻ രോഗിയായിട്ട് ആശുപത്രിയിൽ അഡ്മിറ്റാണ്. ചാച്ചൻ അപ്പച്ചൻ ആശുപത്രിയിലാണ്. അപ്പോൾ സിസ്റ്റർ വന്നപ്പോൾ ചേട്ടന്മാരൊക്കെ പറഞ്ഞു, സിസ്റ്റർ വിഷമിക്കൊന്നും വേണ്ട, അതൊക്കെ ഞങ്ങൾ നോക്കിക്കൊള്ളാം. അങ്ങ് സിസ്റ്റർ ഇവിടെ റെസ്റ്റ് എടുത്തോ. സിസ്റ്റർ റെസ്റ്റ് എടുക്കാൻ വേണ്ടി ഒത്തിരിയും നാൾ മിഷനിലൊക്കെ പോയി കഷ്ടപ്പെട്ട് വന്നിട്ട് ഈ യാത്ര ഇത്രയും ദൂരം യാത്ര ചെയ്ത് വന്നു. സിസ്റ്ററാകാം, നിങ്ങളാരെങ്കിലും ആകാം, നിങ്ങൾ റെസ്റ്റ് എടുക്കുമെന്ന് പറഞ്ഞാൽ റെസ്റ്റ് എടുക്കില്ല. പറയും, ഞാൻ അവിടെ പോയിട്ട് ചാച്ചൻ്റെ കൂടെ നിൽക്കണം. ഇല്ല, അവിടെ ഒന്നും ചെയ്യാനില്ലെന്നേ. വേണ്ട, എനിക്ക് അവിടെ ഒന്ന് ഇരുന്നാൽ മതി. ശരിയാണോ ഇല്ലയോ? അവിടെ ചെന്ന് ചാച്ചൻ്റെ അടുത്ത് ഇരുന്ന് കഴിയുമ്പോൾ തന്നെ എന്തോ ഒരാശ്വാസം. ആർക്ക്? ചാച്ചൻ. ഒന്നും ചെയ്യണില്ല, നമ്മളൊന്നും ചെയ്യുന്നില്ല. ചാച്ചൻ മുഖത്ത് നോക്കിയിട്ട്, ഓ എന്നാൽ നീ ഓടി വന്നല്ലോ. എന്തോ ഒരാശ്വാസമാണ്. ഇതുപോലെ ഒരാശ്വാസമാണ് ഈശോ പറയുന്നത്, നിങ്ങൾ കുറച്ച് നേരം എൻ്റെ അടുത്ത് വന്ന് ഒന്നിരിക്കുക, ഇവിടെ ഒന്നിരുന്നാൽ മതി. ഞാൻ അതുപോലെ വേദനിക്കുകയാണ്. എനിക്ക് പറ്റണില്ല കർത്താവേ, എനിക്ക് പറ്റണില്ല. നമ്മളും ചിലപ്പോൾ ഇങ്ങനെയൊക്കെ കരഞ്ഞിട്ടുണ്ടോ ഇല്ലയോ? എങ്ങനെ? ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു നാഴികയിൽ
ഇതുപോലെ കരഞ്ഞിട്ടുണ്ടോ ഇല്ലയോ? ഉണ്ട്. ചിലവർക്ക് ദിവസവും ഈ കരച്ചിലാന്നാണ് പറയേണ്ടത്. പറ്റണില്ല, എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് എന്തൊക്കെ വാക്ക് വരുന്ന പറയും. അതെല്ലാം വലിയ പ്രാർത്ഥനയാണ്. ഏത് പ്രാർത്ഥന? ഈശോ പ്രാർത്ഥിച്ച അതേ പ്രാർത്ഥനയാണ്. ചിലവരെനിക്ക് ഫോണിൽ വിളിച്ചിട്ട് പറയും, എൻ്റെ ബ്രദറെ എനിക്ക് പറ്റണില്ല, എനിക്ക് ജീവിതം വേണ്ട, ഞാൻ പറഞ്ഞു, ഇപ്പം നീ പറയണത് ഒരു പ്രാർത്ഥനയാണ്. എന്ത്? എനിക്കിവിടെ ജീവിക്കാൻ പറ്റണില്ല. അതൊരു പ്രാർത്ഥനയാന്നേ. അതെന്താ പ്രാർത്ഥന എന്ന് പറഞ്ഞു? അതാണ് കർത്താവ് ഈശോമിശിയെ പ്രാർത്ഥിച്ചത്. ഈശോമിശിയെ പറഞ്ഞു, എനിക്ക് പറ്റണില്ല പിതാവ്, ഈ പാനപാത്രം എനിക്ക് പറ്റണില്ല, ഇതെൻ്റെ കയ്യിൽ നിന്ന് മാറ്റും. എങ്കിലും എൻ്റെ ഇഷ്ടമല്ല. അപ്പോൾ നമ്മൾ ഈശോയുടെ അടുത്ത് ഇരുന്നിട്ട് ഒന്ന് ഈശോ പ്രാർത്ഥിക്കുന്നു, രണ്ട് നമ്മളുടെ ഈ വേദനകളെല്ലാം ഈശോയെ ആശ്വസിപ്പിക്കാൻ വേണ്ടി കൊടുക്കുക. എന്തിനു വേണ്ടി? ഈശോയെ ആശ്വസിപ്പിക്കാൻ. ഈശോയുടെ വേദനയിൽ നിന്നും ഒരു നുള്ള് നമ്മളിത് സ്വീകരിച്ചു. ഒരത്ഭുത അനുഭവമായിരിക്കും നിങ്ങൾക്ക്. പെട്ടെന്ന് നിങ്ങളുടെ ഉള്ളിലേക്ക് ഒരു ആശ്വാസം എരച്ചു കയറുന്ന അനുഭവമായിരിക്കും. നമ്മുടെ ജീവിതത്തിലെ ഭാരം, കുടുംബത്തിലെ, സമൂഹത്തിലെ, കോൺവെൻറ്റിലെ നമ്മൾ വ്യത്യസ്തമായ ജീവിത രീതിയിൽ വളർന്നു, അത് കഴിഞ്ഞ് വിവാഹം കഴിച്ച് വന്നപ്പോൾ വലിയ പ്രതീക്ഷകളോടെയൊക്കെ വന്നെങ്കിലും ആ പ്രതീക്ഷകളെല്ലാം തകിടം മറിക്കുന്ന അവസ്ഥയാണ് ചിലപ്പോൾ. ഇതെല്ലാം ആണ് ഈശോ ഇന്ന് വെള്ളിയാഴ്ച ദിവസം അനുഭവിച്ചത്. ആ ഈശോയുടെ വേദനാജനകമായ ആ അനുഭവത്തെയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സ്വീകരിക്കുകയും നമ്മളുടെ വേദനകൾ ഈശോയ്ക്ക് കൈമാറുകയും ചെയ്യുമ്പോൾ ഈശോയ്ക്ക് ആശ്വാസം കിട്ടുന്നു. നമുക്കിപ്പോൾ തന്നെ ഒരു നിമിഷം ഒന്ന് കണ്ണടച്ചുകൊണ്ട് പെട്ടെന്ന് നമ്മുടെ ഏറ്റവും ഭയാനകമായൊരു വേദന ഒന്ന് ഈശോയ്ക്ക് കൈമാറാം, ഈശോയ്ക്ക് കൊടുക്കാം, ഈശോയുടെ വേദനയോട് ചേർക്കാം. നമ്മളെ മറ്റുള്ളവർ തിരസ്കരിച്ചു, വേദനിപ്പിച്ചു, പുച്ഛിച്ചു, അവഹേളിച്ചു, വഞ്ചിച്ചു. അതെല്ലാം ഈശോയുടെ അനുഭവം തന്നെയായിരുന്നു. ആ ഈശോ അനുഭവിച്ചത് ഇപ്പോഴല്ലേ നമുക്ക് മനസ്സിലായത്. മറ്റാരുമല്ല, ശത്രുവല്ല. സങ്കീർത്തനമാണിപ്പോൾ വരുന്നത്. ശത്രുവല്ല, ശത്രുവല്ല എന്നെ ഇപ്പൊ നോക്കണ്ട, എതിരായിരുന്നെങ്കിൽ ഞാൻ സഹിക്കുമായിരുന്നു. എതിരാളിയല്ല എന്നോട് ധിക്കാരപൂർവം പെരുമാറുന്നത്. ആയിരുന്നെങ്കിൽ ഞാൻ അവനിൽ നിന്ന് മറഞ്ഞിരിക്കുമായിരുന്നു. എന്നാൽ എൻ്റെ സഹചരനും ചങ്ങാതിയും ആയ സ്നേഹിതനുമായിരുന്നു നീ തന്നെയാണതു ചെയ്തത്. നമ്മളുള്ളു തുറന്നു സംസാരിക്കുമായിരുന്നു. നമ്മളൊന്നിച്ചു ദേവാലയത്തിൽ കൂട്ടായ്മ ആചരിക്കുമായിരുന്നു.
ഈശോയുടെ ഏറ്റവും സ്നേഹിതരായ പത്രോസും അപ്പസ്തോലനായ പത്രോസും യൂദാസുമെല്ലാം ഈശോയെ വഞ്ചിക്കും എന്നതിനെക്കുറിച്ച് 1000 വർഷങ്ങൾക്ക് മുമ്പ്, ഇത് നടക്കുന്നതിന് 1000 വർഷങ്ങൾക്ക് മുമ്പ് സങ്കീർത്തനത്തിൽ എഴുതപ്പെട്ടതും ഈശോ എല്ലാ ദിവസവും ഇത് പാടുമ്പോഴെല്ലാം ഈശോയ്ക്ക് എന്തായിരിക്കും ചിന്ത? എന്നെ അവർ വഞ്ചിക്കും. അന്ന് അതേ സംഭവം നമ്മുടെ ജീവിതത്തിലും ഉണ്ടാവും. ആരെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും വഞ്ചിക്കും. ശത്രുവല്ല, നമ്മുടെ എതിരാളിയുമല്ല, നമ്മുടെ ഉറ്റ സ്നേഹിതൻ, നമ്മുടെ ജീവിത പങ്കാളിയാകാം, നമ്മുടെ അപ്പനാകാം, അമ്മയാകാം, സഹോദരന്മാരാകാം. നമ്മൾ ഏറ്റവും ആരെ സ്നേഹിച്ചോ അവർ നമ്മുടെ കമ്പാനിയൻസ് ആകാം. അങ്ങനെ വഞ്ചിക്കപ്പെടുമ്പോഴും തിരസ്കരിക്കപ്പെടുമ്പോഴും അവഹേളിക്കപ്പെടുമ്പോഴും കൃത്യമായി നമുക്ക് മനസ്സിലാക്കണം, ഈശോ എന്തോരം വേദന വഞ്ചനയിലൂടെ സഹിച്ചുവെന്നും ആ ഈശോ വഞ്ചിക്കപ്പെട്ട സമയത്തുണ്ടായ വേദനയിൽ നമുക്ക് പങ്കാളിയാകാൻ പറ്റും. ശത്രുവല്ല, ആയിരുന്നെങ്കിൽ സഹിക്കാമായിരുന്നു. എൻ്റെ എതിരാളിയല്ല, ആയിരുന്നെങ്കിൽ എനിക്ക് അവനിൽ നിന്ന് അകന്നിരിക്കാമായിരുന്നു. എന്നാൽ എൻ്റെ സഹചരനും ചങ്ങാതിയും ഉറ്റ സ്നേഹിതനുമായിരുന്ന നീ തന്നെയാണത് ചെയ്തത്. നമ്മളുള്ളു തുറന്നു സംസാരിക്കുമായിരുന്നു. ഇത് സങ്കീർത്തനം 55-ാം അധ്യായത്തിൽ 12-13 വചനങ്ങളാണ്. സങ്കീർത്തനം 55 പാട്ട് കടലാസിലില്ല. അപ്പോൾ നമ്മുടെ ഉറ്റ സ്നേഹിതൻ, നമ്മൾ ഒന്നിച്ച് ദേവാലയത്തിൽ ഒരുമിച്ച് പ്രാർത്ഥിച്ചിരുന്ന ആള്, അവരെ നമ്മളെ അതുപോലെ വഞ്ചിച്ചു. അങ്ങനെയുള്ള ചില സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അതിനെ ഈശോയുടെ വേദനയുമായിട്ട് ഒന്നിപ്പിക്കുമ്പോഴാണ് നമ്മൾ ഭയങ്കര ഒരു വെളിപാടിലേക്ക് വരും. അതിൻ്റെ തന്നെ 55-ാം സങ്കീർത്തനത്തിൽ 17-ാമത്തെ വചനം പറയുകയാണ്, സന്ധ്യയിലും പ്രഭാതത്തിലും മധ്യയിലും പ്രഭാതത്തിലും മധ്യാഹ്നത്തിലും ഞാൻ ആവലാതിപ്പെട്ടു കരയും. അവിടുന്നെന്നെ കരച്ചിൽ കേൾക്കും. അതാണ് കന്യാസ്ത്രീമാരൊക്കെ യാമപ്രാർത്ഥന എന്ന് പറയും. സന്ധ്യയിലും സന്ധ്യാപ്രാർത്ഥന, പ്രഭാത പ്രാർത്ഥന, മധ്യാഹ്ന പ്രാർത്ഥന. നമ്മളും അങ്ങനെയൊക്കെ തന്നെയാണ്. അവർക്ക് അതിനേക്കാൾ കൂടുതലുണ്ട്. നമ്മളൊക്കെ നാട്ടിൻപുറത്തൊക്കെ രാവിലെ പള്ളിമണി അടിക്കുന്നു, ഉച്ചയ്ക്ക് പള്ളിമണി അടിക്കുന്നു, വൈകുന്നേരം പള്ളിമണി അടിക്കുന്നു ഇല്ലേ? പള്ളിപ്പണി അടിക്കുമ്പോൾ അമ്മാമ്മ വിളിച്ചു പറയടാ പിള്ളേരെ ഇതേ പള്ളിപ്പണി അടിക്കുന്നു, വേഗം വന്ന് പ്രാർത്ഥിക്കടാ, കുറിച്ചടിക്കടാ, കർത്താവിനോ അല്ല ചെല്ലടാ അല്ലേ? ഓർക്കണ്ട. സന്ധ്യയിലും പ്രഭാതത്തിലും മധ്യാഹ്നത്തിലും ആവലാതിപ്പെട്ടു കരയും. എന്നിട്ട് അവസാനം സങ്കീർത്തനം 55:22 പറയുകയാണ്, നിന്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക, അവിടുന്ന് നിന്നെ താങ്ങിക്കൊള്ളും. നിന്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക, അവിടുന്ന് നിന്നെ
താങ്ങിക്കൊള്ളും. നീതിമാൻ കുലുങ്ങാൻ അവിടുന്ന് സമ്മതിക്കുകയില്ല. ഈശോ തന്നെ എല്ലാ ദിവസവും പാടിയിരുന്നതാണ്. ഒരിക്കൽ കൂടി നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ഭയാനകമായ അവസ്ഥകളുണ്ടായിട്ടുണ്ടെങ്കിൽ ആ ഭാരം ഈശോയ്ക്ക് സമർപ്പിക്കാം. നിന്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക, അവിടുന്ന് നിന്നെ താങ്ങിക്കൊള്ളും. നീതിമാൻ കുലുങ്ങാൻ അവിടുന്ന് സമ്മതിക്കുകയില്ല. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വേദന എന്തായിരുന്നു? ആ വേദന നമുക്ക് ഈശോയ്ക്ക് കൊടുക്കാം, ഈശോയുടെ വേദനയോട് ചേർക്കാം. നമ്മൾ ഉടനെ തന്നെ മുട്ടുകുത്തി ഈശോയെ എഴുന്നള്ളിച്ചു വെച്ച് അല്പസമയം ഞാൻ ലീഡ് ചെയ്യും, പിന്നെ ഞാൻ മൗനമാവും. നിങ്ങൾ തന്നെ നീ പറഞ്ഞ ആശയങ്ങളെല്ലാം